Dear students, നമ്മൾ ഈ വീഡിയോയിൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രോബ്ലത്തിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ മോഡിഫിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞ് ഒരു റൂള് അപ്ലൈ ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് സോൾവ് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നോൺ ഹോമോജനസ് ആണ്. നോൺ ഹോമോജനസ് ആയതുകൊണ്ട് രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. രണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നോൺ ഹോമോജനസിനെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതുക. അതെങ്ങനെയാണെന്ന് അറിയാലോ. ലെഫ്റ്റ് സൈഡ് സെയിം, റൈറ്റ് സൈഡ് 0 കൊടുക്കുക. ഇത് സോൾവ് ചെയ്യാൻ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ, ഇതിപ്പം ഹോമോജനസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ്? ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇത് എഴുതേണ്ട വിധവും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് എം സോൾവ് ചെയ്യുക. എം സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? -b ± √b² - 4ac/2a. ഇങ്ങനെയാണല്ലേ. ഇതില് എ ആരാണ്? എം സ്ക്വയറിന്റെ കോഎഫിഷ്യൻ 1, ബി ആരാണ്? എമ്മിന്റെ കോഎഫിഷ്യൻ 3, സി ആരാണ്? 2.25 കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ, എം ഇല്ലാത്ത കോഎഫിഷ്യൻ ടേം. സോ ഓക്കെ, അപ്പൊ ഇത് അപ്ലൈ ചെയ്യാം. -b -3 ± √b², 9 -4 × a1, c എന്താണ്? 2.25 ഡിവൈഡഡ് ബൈ 2 × 1, 2a. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം -3 ± 4 × 2.25 2.4 5 10 9 - 10 സോറി 2.4 എന്ന് പറയുമ്പോൾ 4.5 9 ആണ് അല്ലേ. അപ്പൊ റൂട്ടിനകത്ത് 0 വരും. ഓക്കെ, റൂട്ടിനകത്ത് 0/2, ദാറ്റ് ഈസ് ഡബിൾ റൂട്ട് ആണ് വരുന്നത്. ഈക്വൽ റൂട്ട്സ് ആണ് വരുന്നത്. -3/2 അല്ലെങ്കിൽ 1.5 ഈക്വൽ റൂട്ട്സ് ആണ്. അല്ലേ, 3/2 എന്ന് പറഞ്ഞാൽ -1.5 എന്നാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈക്വൽ റൂട്ട്സ് വരുമ്പോൾ ജനറൽ സൊല്യൂഷന്റെ ഫോം എന്താ? c1 + c2x × e⁻mx അല്ലെ, -1.5x. ഇതാണ് YH. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ r(x) എന്താണെന്ന് നോക്കണം. ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അല്ല, ഒന്നുകൂടെ എടുത്ത് എഴുതാം. നമുക്ക് r(x) എന്ന് പറയുന്നത് എന്താണ്? ഹിയർ r(x) is equal to -10 മൈനസ് ഉണ്ടോ? കോൺസ്റ്റന്റ് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. e⁻ -1.5x e⁻−1.5x. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസിന്റെ ടേബിൾ യൂസ് ചെയ്ത് yp(x) എങ്ങനെ ചൂസ് ചെയ്യണം? yp(x) is equal to ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു e⁻−1.5x എന്നാണ് എടുക്കേണ്ടത് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു മോഡിഫിക്കേഷൻ റൂൾ യൂസ് ചെയ്തേ yp കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ YH ഉണ്ട്, r(x) ഉണ്ട്. yp ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം e⁻−1.5x എന്ന് പറയുന്നത് ഹോമോജനസിന്റെ സൊല്യൂഷൻ ആണ് അല്ലെ. e⁻−1.5x എന്ന് പറയുന്നത് നമ്മുടെ ഹോമോജനസിന്റെയും കൂടെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ആവുമ്പോൾ നിങ്ങൾ ഈ yp ചെയ്യുന്നതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തണം. മോഡിഫിക്കേഷൻ വരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട് അല്ലേ -1.5. ഈ -1.5 എന്ന് പറയുന്നത് ഡബിൾ റൂട്ട് ആണ് അല്ലെ. ഓക്കെ, ഡബിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് തന്നെ 2 പ്രാവശ്യം വന്നു. അങ്ങനെ ആയതുകൊണ്ട് yp(x) ചൂസ് ചെയ്യേണ്ടത് yp(x) is equal to k × ഡബിൾ റൂട്ട് ആയതുകൊണ്ട് x⁻² × e⁻−1.5x. ഓക്കെ, സപ്പോസ് സിംഗിൾ റൂട്ട് ആണ്. അതായത് സപ്പോസ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ m is equal to -1.5 ഉം 2 ആണെന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പൊ ഈ കേസിൽ -1.5 സിംഗിൾ റൂട്ട് ആണ്. സിംഗിൾ റൂട്ട് ആവുമ്പം ആർ ഓഫ് എക്സിനകത്തും e⁻1.5x വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ YP ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? k ഇൻറ്റു എക്സ്, സിംഗിൾ റൂട്ട് അല്ലേ, അപ്പൊ x⁻1 മതി, e⁻1.5x എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യണം. ഡിഫറൻസ് മനസ്സിലായോ? ഈ -1.5 എന്ന് പറയുന്നത് സിംഗിൾ റൂട്ട് ആണെങ്കിൽ YP ചൂസ് ചെയ്യേണ്ടത് kx ഇൻറ്റു e⁻1.5x. അതായത് ഒരു x അഡീഷണൽ ആയിട്ട് വരണം, നമ്മുടെ ടേബിളിൽ എഴുതിയതിനേക്കാൾ ഒരു x അഡീഷണൽ ആയിട്ട് വരണം. ഡബിൾ റൂട്ട് ആണെങ്കിൽ ആ ടേബിളിൽ എഴുതിയതിന്റെ കൂടെ ഒരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് എപ്പോഴാണ് മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്? ആർ ഓഫ് എക്സിനകത്തുള്ള ഫംഗ്ഷൻ, ഇവിടുത്തെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻1.5x ആണ്. നമ്മളുടെ ഹോമോജനസിന്റെ ജനറൽ സൊല്യൂഷൻ YH ഇല്ലേ, YH-ന്റെയും ഹോമോജനസിന്റെയും സൊല്യൂഷൻ ആകുമ്പോൾ YH-നകത്ത് e⁻1.5x ഉണ്ട്. ഓക്കെ, അങ്ങനെ നോക്കിയാലും മതി. YH-നകത്ത് e⁻1.5x ഉണ്ട്, ആർ ഓഫ് എക്സിനകത്തും e⁻1.5x ഉണ്ടെങ്കിൽ നമ്മൾ ടേബിളിൽ എഴുതിയ YP-യിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തണം. ഓക്കെ, അതെങ്ങനെയാ മോഡിഫിക്കേഷൻ വരുത്തേണ്ട? -1.5 എന്നുള്ളതല്ലേ ഇവിടുത്തെ കോഎഫിഷ്യൻ. ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സിംഗിൾ റൂട്ട് ആണെങ്കിൽ ഒരു x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഡബിൾ റൂട്ട് ആണെങ്കിൽ ഒരു x² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ടേബിളിൽ എഴുതിയിട്ടുള്ളത് എന്താണോ അതിന്റെ കൂടെ എക്സും, സിംഗിൾ റൂട്ട് ആണെങ്കിൽ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഡബിൾ റൂട്ട് ആണെങ്കിൽ x² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇത് e⁻1 മാത്രമല്ല, സൈൻ ആയാലും കോസ് ആയാലും എന്തായാലും ഇതുപോലെ തന്നെ ചെയ്യണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് YH കിട്ടിയത് C1 cos x പ്ലസ് C2 സൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. C1 cos 2x പ്ലസ് C2 സൈൻ 2x എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ ആർ ഓഫ് എക്സ്, അതായത് നോൺ ഹോമോജനസ് പാർട്ട് സം 5 cos 2x ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ആവുമ്പോഴും നമ്മൾ YP ചൂസ് ചെയ്യേണ്ടത് മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്ത് വേണം YP ചൂസ് ചെയ്യാൻ. അതായത് നമ്മുടെ ടേബിളിൽ എഴുതിയിരിക്കുന്നത് YP എന്ത് വരണം? സം k1 ഇൻറ്റു കോസ് 2x പ്ലസ് k2 ഇൻറ്റു സൈൻ 2x, ഇങ്ങനെയല്ലേ ടേബിളിൽ എഴുതിയത് വെച്ച് YP ചൂസ് ചെയ്യേണ്ട. പക്ഷേ ഇവിടുത്തെ കോസ് 2x എന്ന് പറയുന്നത് YH-നകത്ത് വന്നിട്ടുണ്ട്. YH-നകത്ത് വരിക എന്ന് പറഞ്ഞാൽ ഹോമോജനസിന്റെ സൊല്യൂഷനാണ് YH-നകത്ത് വരുന്നത് അല്ലേ? അപ്പം സൊല്യൂഷനാണ്, അങ്ങനെ സിംഗിൾ സൊല്യൂഷനുമാണ്, ഡബിൾ സൊല്യൂഷൻ അല്ല, സിംഗിൾ സൊല്യൂഷൻ ആണ്. സോ ഒരു x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതേസമയം ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് 5 cos x എന്നാവുന്നത്. cos x ഇവിടുത്തെ ഹോമോജനസിന്റെ സൊല്യൂഷൻ ആണോ? അല്ല, cos 2x-ഉം sin 2x-ഉം ആണ് ഹോമോജനസിന്റെ സൊല്യൂഷൻ. cos x ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ തന്നിരിക്കുന്ന YP അതേപടി ഇട്ടാൽ മതി. ഓക്കെ, അതേസമയം ഇവിടെ ആർ ഓഫ് എക്സിനകത്ത് cos 2x-ഓ അല്ലെങ്കിൽ sin 2x-ഓ വന്നിട്ടുണ്ടെങ്കിൽ ടേബിളിൽ എഴുതിയ YP-യുടെ കൂടെ ഒരു x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ റൂള് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, YP ടേബിളിലുള്ളതിനേക്കാൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി വേണം YP ചൂസ് ചെയ്യാൻ. ടേബിളിൽ എഴുതിയിരിക്കുന്ന YP-യോട് കൂടി ഒരു x² മൾട്ടിപ്ലൈ ചെയ്യണം. x² വരാൻ കാര്യം ഡബിൾ റൂട്ട് ആയതുകൊണ്ടാണ്, ഈക്വൽ റൂട്ട്സ് -1.5 ഒരു ഈക്വൽ റൂട്ട്സ് ആയതുകൊണ്ടാണ് x² വന്നത്. സിംഗിൾ റൂട്ട് ആണെങ്കിൽ x മതി. നിങ്ങൾക്ക് റൂള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ YP കിട്ടിക്കഴിഞ്ഞാൽ ഇനി YP-യുടെ ചോയ്സ്, അതായത് നമ്മുടെ YP ഇങ്ങനെയല്ല, ഒന്നും കൂടെ ഞാൻ എഴുതുവാണ്. ലെറ്റ് YP ഈസ് ഈക്വൽ ടു k ഇൻറ്റു x² e⁻1.5x. ഇനി എന്ത് ചെയ്യണം? ഇനി k കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ എയിം. YP കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ k കിട്ടണം. k കിട്ടണമെങ്കിൽ നമ്മൾ YP ഡാഷും YP ഡബിൾ ഡാഷും കണ്ടുപിടിച്ചിട്ട് തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷൻ 1-നകത്ത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Y-യുടെ പ്ലേസിൽ YP കൊടുക്കണം അല്ലെ? അപ്പൊ YP ഡാഷ് ഇവിടെ എന്ത് വന്നു? k ഇൻറ്റു, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് വേണം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് e⁻1.5x ഇൻറ്റു -1.5 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e⁻1.5x ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇങ്ങനെയാണ് YP ഡാഷ് വരുന്നത്.
വൈ പി ഡബിൾ ഡാഷ് വരുന്നത് കെ അഗെയിൻ കോൺസ്റ്റന്റ് ഇൻറ്റു അഗെയിൻ ഇവിടത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ -1.5 കോൺസ്റ്റന്റ്. ഇവിടത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നിങ്ങൾ വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതായത് എന്തുവരും? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് റേസ് ടു -1.5 എക്സ് ഇൻറ്റു -1.5 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ -1.5 ഇവിടെ കോമൺ ആയിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ ഈ എഴുതിയത് കേട്ടോ. -1.5 ഇൻറ്റു ഇ റേസ് ടു -1.5. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ഇതെല്ലാം അറിയാവുന്നല്ലോ, പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുന്നതെല്ലാം അറിയാവുന്നതാണല്ലോ. -1.5 എക്സ് ഇൻറ്റു 2x പ്ലസ്, അപ്പൊ ഈ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവേ ആയുള്ളൂ. ഇനി സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് അഗെയിൻ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു -1.5 എക്സ് ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ് 2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ 2x ഇൻറ്റു ഇ റേസ് ടു -5xന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു -1.5 എക്സ് ഇൻറ്റു -1.5. ഓക്കെ, വൈ പി ഡബിൾ ഡാഷ് ഇങ്ങനെ വന്നു. ഇനി എന്തെങ്കിലും ക്യാൻസൽ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. -1.5 ഇ റേസ് ടു ഈ ടേം -1.5 ഉണ്ട്, ഇ റേസ് ടു ഉണ്ട്, 2x ഉണ്ട്. ഇത് രണ്ടും സെയിം ടേമുകളാണ് അല്ലേ? അപ്പൊ ഇത് ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അതായത് ഇവിടെ ഒരുപാട് സിംപ്ലിഫിക്കേഷൻ വേണ്ട, കാരണം നമ്മൾ എടുത്തെഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കെ ഇൻറ്റു -1.5 ഇങ്ങനെ എഴുതണമെന്നും ഇല്ല കേട്ടോ. എക്സ് സ്ക്വയർ ഇ റേസ് ടു -1.5 എക്സ് ഇൻറ്റു -1.5 ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. സോ അപ്പോൾ 1.5 സ്ക്വയർ ആയി. ഓക്കെ, 1.5 സ്ക്വയർ. ഇനി ഞാൻ അണ്ടർലൈൻ ചെയ്ത രണ്ട് ടേമുകൾ ആഡ് ചെയ്യുമ്പം 2 ഇൻറ്റു -1.5 അതായത് -3 വരും അല്ലേ? 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 2 3 ആണല്ലോ. -3 ഇൻറ്റു ഇ റേസ് ടു 3 ഇൻറ്റു 2 ഉണ്ട്, അപ്പോൾ ഒരു -6 വരും അല്ലേ? -6x ഇ റേസ് ടു -1.5x. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പ്ലസ് 2 ഇ റേസ് ടു -1.5x. ഇങ്ങനെയാണ് വൈ പി ഡബിൾ ഡാഷ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് ഇൻടു ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണ്? ഇക്വേഷൻ 1 എന്താണെന്ന് ഒന്ന് മുകളിലോട്ട് നോക്കണം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2.25y is equal to -10 e raised to -1.5x. ഇക്വേഷൻ 1 ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഉള്ളിടത്തെല്ലാം വൈ പി കൊടുക്കുക. അപ്പോൾ വൈ പി ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിയത് k ഇൻറ്റു 1.5 സ്ക്വയർ എക്സ് സ്ക്വയർ ഇ റേസ് ടു -1.5x. വൈ പി ഡബിൾ ഡാഷ് കൊടുത്തു. ഇനി അടുത്ത 3 ഇൻറ്റു വൈ ഡാഷ് കിട്ടിയത് മുകളിലോട്ട് വൈ പി ഡാഷ് നോക്കുക. വൈ പി ഡാഷിന് ഒരു കെ കോമൺ ഉണ്ട്. അപ്പൊ ഇവിടെ 3k ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റേസ് ടു
minus 1.5 minus 1.5 x square e raised to minus 1.5 x plus 2x e raised to minus 1.5 x plus 2x e raised to minus 1.5 x 3y dash വരെ ആയി. ഇനി 2.25 plus 2.25 y എന്ന് പറഞ്ഞാൽ yp ആണ്. yp എന്തായിട്ട് എടുത്താൽ പ്ലസ് k ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 1.5 x എന്നാണല്ലോ നമ്മുടെ yp. ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അതെവിടെ എഴുതുക 10 ഇ റൈസ് ടു മൈനസ് 1.5 x. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഇനി ചെയ്യേണ്ടത് എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇക്വേറ്റിംഗ് coefficients of different powers of x. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഓക്കെ, എക്സ് ഇല്ലാത്ത ടേമുകൾ അല്ലെ, എക്സ് ഇല്ലാത്ത ടേമുകൾ എന്ന് പറയുമ്പം ലെഫ്റ്റ് സൈഡില് എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഇതുണ്ട് അല്ലെ, ഇത് ഇൻറ്റു വെളിയിൽ ഒരു കെ കിടക്കുന്നുണ്ട്, അത് കളയരുത്. അപ്പം എക്സ് ഇല്ലാത്ത ടേം കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പം k into 2 e raised to minus 1.5 x is equal to 10 e raised to minus 1.5 x. അപ്പോൾ ശ്രദ്ധിച്ചോണം, എക്സിന്റെ പവർ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നതിലും നല്ലത് ഇങ്ങനെ പറഞ്ഞാലും മതി. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് ഇ റൈസ് ടു മൈനസ് 1.5 x എന്ന് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ റൈസ് ടു മൈനസ് 1.5 x എഴുതണ്ട, കോഎഫിഷ്യൻസ് മാത്രം എഴുതിയാൽ മതി. ഇ റൈസ് ടു മൈനസ് 1.5 എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 k ഇൻറ്റു 2. ഇനി വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ? ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, വേണ്ട. ഇവിടെ 2x ഉണ്ട്, ഈ ടേം വേണ്ട. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഈ ടേമും വേണ്ട. അപ്പം ഒരേ ഒരു ടേം മാത്രമേ ഉള്ളൂ, ഇ റൈസ് ടു മൈനസ് 1.5 x ഉള്ളൂ. അങ്ങനെ പറഞ്ഞാലും മതി. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 2k 10 ആണ്, സോ k ഈക്വൽ ടു 5 വരും. 10/2 5 വരും. അപ്പം k കിട്ടിക്കഴിഞ്ഞു. k കിട്ടിക്കഴിഞ്ഞാൽ ypക്ക് അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ yp എന്ത് വരും? ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ -10 ആയിരുന്നു, സോ -10 വരുമ്പോൾ -5 വരും. ഓക്കെ, സോ k കിട്ടിക്കഴിഞ്ഞാൽ yp നമുക്ക് കൺഫേം ചെയ്ത് എഴുതാം. ദെർഫോർ yp ഈസ് ഈക്വൽ ടു കെയുടെ പ്ലേസിൽ -5 x സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 1.5 x. Therefore, general solution of the given non-homogeneous equation is y is equal to എങ്ങനെയാണ് ഇക്വേഷൻ? yh plus yp. That is y is equal to yh എന്തായിരുന്നു ഓർമ്മയുണ്ടോ? c1 plus c2x e raised to minus 1.5 x plus yp ആണ് നമുക്കിപ്പോൾ കിട്ടിയത് -5 x square e raised to minus 1.5 x. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ y ജനറൽ സൊല്യൂഷൻ. ഇനി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് ഈ ജനറൽ സൊല്യൂഷൻ ഉള്ള ആർബിട്രറി കോൺസ്റ്റൻസ് ഇതിനെ ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്. ആർബിട്രറി കോൺസ്റ്റൻസ് c1 c2നെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, തന്നെ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ നോക്കുക. ഞാനൊന്ന് പെട്ടെന്ന് ചെയ്യാം. ഇനിഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു?
y of 0 equal to 1. So equation 3 kyaathote put x equal to 0 and y equal to 1. In equation 3 we get y ki param 1 is equal to c1 plus c2x. x ന് പകരം 0 അല്ലേ, സോ അപ്പോൾ ഈ ടേം 0 ആയിപ്പോ. e raised to 0 1, സോ അപ്പോൾ ഇവിടെ 1 പ്ലസ് മൈനസ് 5 ആണ് അല്ലേ, മൈനസ് 5 ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സിൻ്റെ പ്ലേസിൽ 0 അല്ലേ, സോ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി, c1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ y ഡാഷ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇക്വേഷൻ 3യെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 3 y ഡാഷ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ആണ്, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം c1 കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഡെറിവേറ്റീവ് 0, c2xന്റെ ഡെറിവേറ്റീവ് c2. ഓക്കെ, മൈനസ് ഇനി അഗെയിൻ വീണ്ടും പ്രോഡക്റ്റ് ഉള്ള അടുത്ത ടേമിന്റെ 5x² e raised to minus 1.5x ചെയ്യാനും നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ മൈനസ് 5 ഇൻറ്റു x² ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുവാണ്. ഡെറിവേറ്റീവ് 2x. ഇതാണ് y ഡാഷ് കിട്ടുന്നത്. ഇതിന് നമ്മുടെ സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. സോ ഇതിന് ഇക്വേഷൻ 4 കൊടുക്കുക. ഗിവൺ y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. Therefore put x equal to y equal to 0 in equation 4. We get y dash 0 is equal to c1 c2x 0 at the term 0 I e raised to minus 1.5x e raised to 0 1 into minus 1.5x. വീണ്ടും ആ ടേം ഒക്കെ 0 ആയി. എക്സ് ഉള്ള ടേമുകളെല്ലാം 0 ആവും. അപ്പോൾ അതാ നോക്കിയാൽ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഇവിടെ ഒരു എക്സ് ഉണ്ട്, സോ ഈ ഫസ്റ്റ് ടേം ഫുള്ളോടെ 0 ആയി. ഓക്കെ, അപ്പൊ ഇനി ഫസ്റ്റ് ടേം ഫുള്ളോടെ 0 ആയി. പ്ലസ് രണ്ടാമത്തെ ടേമില് എക്സ് ഇല്ല, സോ e raised to 0 1 ആയി. ഇപ്പൊ c2 മാത്രം. ഓക്കെ, മൂന്നാമത്തെ ടേമില് അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിൽ ഫുള്ള് എക്സ് ഉണ്ട്, എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, സോ ആ ടേമുകളെല്ലാം 0 ആയി. സോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് c2 ഈക്വൽ ടു 0 കിട്ടി. സോ c1 1ഉം c2 0 ആണ്. Therefore initial solution of the given initial value problem is y is equal to c1 1 ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ 3 c1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം c1 1 ആണ്, സോ c2 0 ആണ്. സോ ജനറൽ സൊല്യൂഷൻ e raised to minus 1.5x plus minus 5x square minus 5x square e raised to minus 1.5x. This is a required solution. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
C1 1 തന്നെയാണ്, പക്ഷെ C2 0 അല്ല. C2 0 അല്ല, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോറി, ഇവിടെ -1.5x ഇല്ലല്ലോ. e−1.5xന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം e−1.5x ഇൻറ്റു -1.5 എന്നാണ് വരുന്നത്. ഓക്കെ, സോ അപ്പം y ഡാഷ് ചെയ്യുമ്പം സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 ആവില്ല. അതായത് ഇവിടെ x = 0 y = 0 ഇക്വേഷൻ 4 ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ C1 e−0 1 ആണല്ലോ. C1 × -1.5 വരും. C1 × -1.5 പ്ലസ് C2 = 0 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് C1 1 ആണല്ലോ. സോ C1 1 ഇട്ട് കൊടുക്കുക. C2 എന്ത് കിട്ടും? C2 = -1.5 പ്ലസ് ആയി 1.5 C1 എന്നുള്ളത് 1 ഇട്ട് കൊടുക്കുക. 1.5 × 1 ദാറ്റ് ഈസ് 1.5. സോ C2 1.5 ആണ്. സോ അപ്പം C2 പകരം 0 അല്ല 1.5 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 + 1.5 x e−1.5x -5x² e−1.5x. This is the required solution. Okay. Solution of the given initial value problem. Okay, thank you.